ഉള്ള ചേച്ചിയാണ് കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ചേച്ചിയാണ് കണ്ടത്. പക്ഷേ ഇതൊന്നല്ലേനി ഉണ്ടായിരുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണാം ഒരു ഗ്യാസും കുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൂർഖനെ പിടിച്ചത്. അത് ഇവിടെ നിന്നായിരുന്നു, ഇവിടുത്തെ ഗ്യാസും കുറ്റിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് അത്യാവശ്യം സൈസുള്ള മൂർഖനായിരുന്നു. അത് കഷ്ടിച്ച് അന്ന് ഒരു കഴിച്ചിലായതാണ്. ഈ ഗ്യാസും കുറ്റിൻ്റെ ഉള്ളിലായിരുന്നു അന്ന് മൂർഖനുണ്ടായിരുന്നത്. അതിന് കുറച്ച് റിസ്ക് എടുത്ത് നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഇവിടെ സ്പേസ് കുറവാണ്, പാമ്പിനെ പിടിച്ചാൽ അതിനെ കൊണ്ടുപോകാനുള്ളൊരു സൗകര്യം കുറവാണ്. ഇതൊക്കെ ചെറുതാണ്, അന്ന് അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ നിങ്ങളിങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ ഈ വാതിൽ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് ഇവിടെ തവളകൾ നിറയണ്ടേ. അപ്പോൾ നമ്മളിന്നുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് സൈഡിലുള്ള ഒരു വീട്ടിലാണ്. അവിടെ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കോൾ വന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇന്ന് എത്തിയത്. ഇവിടെ നോക്കട്ടെ പാമ്പ് എല്ലായിടത്തും പാമ്പ് ഇതിൻ്റെ ഉള്ളിൽ പോയെന്ന് പറഞ്ഞേ. ഇതിന്റെ സൈഡിൽ ഒരു ഓട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ, ഉറപ്പല്ലേ? ഇവിടുന്ന് പിന്നെ ആള് മാറിയിരുന്നോ? പിന്നെ മാറിയൊന്നുമില്ലല്ലോ അവിടുന്ന്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. തട്ടേണ്ടി വരും. ഇവിടെ ഒരു ഹോളുണ്ട്. ഇവിടെ നമുക്ക് വെള്ളം അടിക്കാൻ പറ്റിയ പൈപ്പ് ഉണ്ടോ? വെള്ളം അടിച്ച് നോക്കുക. ഉറപ്പില്ല, കാരണം ഇവിടെ ഇതിൻ്റെ ഹോള് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. മോൾക്കൊക്കെ ആണെങ്കിൽ ടോർച്ചാണ്. വെള്ളം അടിച്ച് നോക്കും. ഇവിടുത്തെ അല്ലേ, അവിടുത്തെ അല്ലല്ലോ. അവിടെ ഉണ്ട് മൂർഖന. മൂർഖനാണ്. ചെറിയൊരു പ്രിന്റേ കാണുന്നുള്ളൂ. ഏകദേശം മൂർഖൻ തന്നെയാണ് കണ്ടിട്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു നിൽക്കല്ലേ ലോണാവൂല. എവിടെ? അന്ന് ഇതിൻ്റെ ഉള്ളിലായിരുന്നു മൂർഖൻ ഉണ്ടായിരുന്നത്.
അത്യാവശ്യം സൈസുള്ള സാധനം സൈസ് ഉണ്ടായിരുന്നു. ഇവിടെ അതിന് ഗ്യാപ്പും കുറവാണ്. ശ്രദ്ധിക്കണം. നോക്കാം നമുക്ക് ചാടിയിട്ടേ. കുറച്ചുകൂടി നോക്കാം. ഇഷ്ടിക ഉണ്ടാവോ? ഇഷ്ടിക ചെറിയൊരു കല്ലോ അങ്ങനെ എന്തായിട്ട്? ആ അത് മതി. ഇതെന്തത് ചകിരിച്ചു പോവാ. തിരിച്ചോ അല്ല വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മൂർഖനുള്ളത്. അപ്പോൾ മൂർഖനാണെന്ന് വിചാരിക്കുന്നത് ചെറിയൊരു പ്രിൻ്റേ കാണുന്നുള്ളൂ. ചെറിയൊരു ഓളാണെന്ന് തോന്നുന്നത്. എത്ര സൈസ് ഉള്ളത് കണ്ടിരുന്നോ? കയറി പോണ ഈ വീടിനോട് ഇങ്ങനത്തെ ചേർന്ന് കിടക്കുന്ന ഇങ്ങനത്തെ ഹോളുകൾ പിന്നെ അതേപോലെ വേസ്റ്റ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കാം. കാരണം പാമ്പുകൾ എപ്പോഴും വരുമ്പോഴും ഒരു സൈഡിൽ ഒരു ഹോൾ കണ്ടു കഴിഞ്ഞാൽ ആ സ്പോട്ടിലേക്ക് കയറി പോകും. അല്ല ഈ കെട്ടിൻ്റെ ഓളാണ്, അതാണ് പ്രശ്നം. കെട്ടിൻ്റെ അല്ലെങ്കിൽ നമുക്കൊരു ചാൻസ് കണ്ടേ. ലൈറ്റ് ആള് വെള്ളത്തിൽ നിൽക്കുക. ലോക്ക് കാണുന്നില്ലല്ലോ. തള്ളൻ്റെ അല്ലേ? ആ ശരി. കറക്റ്റ് ആ പാമ്പിന് കയറി നിൽക്കാൻ പറ്റിയൊരു ഓളും കറക്റ്റായിട്ട്. ഇതൊന്നും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല ഇങ്ങനത്തെ ഓളുകളൊന്നും. ആ ശരി. ആളുണ്ട് അവിടുന്ന് കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ വേണം. അതിന് പാമ്പിനെ അതിൻ്റെ ഉള്ളിൽ വെള്ളം കൊണ്ട് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ പുറത്തടില്ല. ആള് വന്ന് ചെറുങ്ങനെ ചാടി. അത് ഒന്നാമത് സ്ട്രൈറ്റായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വെള്ളം അടിക്കുമ്പോഴും അതിന് നീങ്ങാനുള്ള വെള്ളം ഇല്ല. അതിന് ഇല്ല എന്നാലോ
ആളിങ്ങനെ ആള് തലയിട്ടിന്. ഹലോ അപ്പോൾ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കുഴപ്പമില്ലാത്ത ഒരു മീഡിയം സൈസ് അതിൻ്റെ താഴെയുള്ളൊരു മൂർഖൻ്റെ ഒരു കുട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കറക്റ്റ് ആ ഗ്യാപ്പ് കണ്ട് അതിൻ്റെ ഉള്ളിലാണ് കയറിയത്. അപ്പോൾ ഈ ഗ്യാപ്പ് നിങ്ങൾ അടക്കണം കേട്ടോ, സിമെൻ്റ് എന്തെങ്കിലും വെച്ചുകൊണ്ട് ഒരു നല്ലൊരു പാമ്പിന് കയറാനുള്ള ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ അടക്കാട്ടോ. പിന്നെ ഇങ്ങനെ അടുപ്പിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേസ്റ്റുകളുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഈ എലിയൊക്കെ വരാൻ കാരണം എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടായിട്ടാണ് എലികൾ ഇങ്ങോട്ട് കയറുന്നത്. അപ്പോൾ അതിനുള്ള അവസരം ഒഴിവാക്കുക. കാരണം നമുക്കിവിടെ സ്പേസ് കുറവല്ലേ, പെട്ടെന്ന് ഇപ്പോൾ അപ്പോൾ അങ്ങനത്തെ എലികൾ അങ്ങനെ ഇതിന് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ കയറി വരുള്ളൂ, അല്ലെങ്കിൽ കയറില്ല. കാരണം ഒന്നാമത് ഇവിടുത്തെ ചൂടല്ല, ഇതിനൊക്കെ ചൂടാണ്ടാവുക. അപ്പോൾ പാമ്പുകൾക്ക് വരാൻ അത്ര ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞില്ല എലി വന്ന്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് എലിയുടെ പുറത്തായിരുന്നു. അല്ല തവള. ഹലോ അതിൻ്റെ അപ്പോൾ ഇയാളെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാമ്പ് വന്നത്. അപ്പോൾ ആളെ പാമ്പിനെക്കാട്ടി അത്രയും സൈസ് ഉള്ളതിനെ കഴിക്കാൻ കഴിയുമോ അറിയില്ല. അപ്പോൾ ആ തവളൻ്റെ ബാക്കിലാണ് അപ്പോൾ അങ്ങനെ വന്നതാണ് ആൾ. അപ്പോൾ അല്ലാതെ ഒരുപാട് നമ്മൾ പല സൈക്കിളും കാണുന്ന മാതിരിയുള്ള വേസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ തവളയ്ക്ക് ഒരു കടി കിട്ടിയെന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ കാലിന് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.